പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ? ചെരുപ്പിടാണ്ട് ഡാൻസ് കളിച്ചിട്ട് എന്റെ കാലിൽ മുള്ളു കൊണ്ടല്ലോ. ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാലിൽ നിൽക്കുന്ന ഏതാണ് ഈ സുന്ദരി? ഒന്ന് അടുത്തേക്ക് വിളിച്ചു നോക്കാം. ഏയ് സുന്ദരി, ഇങ്ങടുത്തേക്ക് വരൂ. ഇതെന്താ ഇങ്ങനെ നടക്കുന്നേ? അതോ എന്റെ കാലിലെ ചെറിയൊരു ദർഭമുന കൊണ്ടതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി എന്താക്കാനാ, ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും. ആട്ടെ, അവിടുത്തെ പേരെന്താണാവോ? ഞാൻ ദുഷ്യന്ത മഹാരാജാവ്. അങ്ങയുടെ ആഗമന ഉദ്ദേശം അത് തന്നെ. അതെന്താന്നാ ചോദിച്ചേ? ഈ കൊടുംകാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ. അതെന്താ? അങ്ങനെയാണെങ്കിൽ ഈ നാക്കിന്റെ കുരുക്കം കഴിഞ്ഞ താങ്കൾ എന്തിനങ്ങോട്ട് വന്നത്? ഞാൻ ഇവിടെ വേട്ടയ്ക്ക് വന്നതാണ്. ആ ബെസ്റ്റ്. വേട്ടയ്ക്ക് വരണെങ്കിലേ നാട്ടിൽ പോയാ പോരായിരുന്നോ? ഇപ്പൊ കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലല്ലേ. ഓ, എന്നെക്കാളും അറിവോ? എന്താണ് കുമാരി നിന്റെ പേര്? കുമാരിയോ? കുമാരിയേ, കുമാരിയേട്ടത്തിയേ. എടി നിന്നെ തന്നെ. ഓ, ഞാനാണോ? ഞാൻ കുമാരിയല്ല, ഞാൻ കണ്ണംകുളത്ത്. കണ്ണംകുളത്തോ? കണ്ണമഹർഷിയുടെ മൂത്ത പുത്രി ശകുന്തള. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഇങ്ങനെ നിന്നില്ലെങ്കിലേ ഞാൻ ശകുന്തളയാണെന്ന് എനിക്ക് തന്നെ മറന്നു പോകും. ഈ കാട്ടിൽ ആരുമില്ലേ? ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടൂടെ? ഭവതി അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ഷെടാ, എന്റെ മുമ്പിലല്ലേ താങ്കൾ നിൽക്കുന്നത്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ആരുമില്ല. അപ്പോൾ ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭവതിക്ക് ബോറടിക്കില്ലേ? ഏയ് ഇല്ല, ഞാൻ ഇവിടുത്തെ മാനുകളോടും മയിലുകളോടും ഒക്കെ സംസാരിക്കും. ഓ, 2 മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു. അപ്പ മാനിന്റെയും മയിലിന്റെയും ഒക്കെ ഒരവസ്ഥ. താങ്കളെ കണ്ടിട്ട് വേട്ടയ്ക്ക് വന്നാണെന്ന് പറയില്ലല്ലോ. ഒന്നും പറയണ്ട, എല്ലാം പറയണം. ഞാൻ രാത്രി വാള് വെച്ച് ഉറങ്ങിപ്പോയി. ഓ, അപ്പൊ നല്ല കീറ അല്ലേ? അതല്ല, വാള് വെച്ച് ഉറങ്ങിപ്പോയി, പിറ്റേ ദിവസം എടുക്കാനും മറന്നു. ആ, അപ്പൊ മറവിയുടെ അസുഖം ഉണ്ടല്ലേ. കുമാരിയെ കണ്ടതു മുതൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതല്ല, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരിത്. ഏത്? എന്തോ ഒന്ന്. എന്ത്? എന്തോ ഒരിത് എനിക്ക് മനസ്സിലായി. അതിനാ പ്രേമോന്ന് പറയുന്നത്. മാലിന്യയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. തോഴികളറിയും മുമ്പേ, മാമുനി ഉണരും മുമ്പേ, ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തള മണയുമ്പോൾ എന്റെ വീട്ടിൽ മാനും മയിലൊന്നും ഇല്ലാത്തോണ്ട് ഞാനാ എന്റെ വീട്ടിൽ മാനും. അയ്യോ, വണ്ടേ വണ്ടേ. അതിനൊന്ന് ഫ്രൈഡേ അല്ലേ, പിന്നെ എന്തിനാ വണ്ടേ എന്ന് പറയണത്? എന്ത് പറ്റി? ആ വണ്ടനെ ആക്രമിക്കാൻ വരുന്നു. വണ്ടിനും അഹങ്കാരമോ? ഞാൻ കാണിച്ചു കൊടുക്കാം. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100. അപ്പൊ വിട്ടാലോ? അത് വലിക്കും പോലിരിക്കും. ആ, അമ്പ് പോണ പോക്ക് കണ്ട? അതിനമ്പ് പോകുന്നില്ലല്ലോ. അമ്പ് പോകുന്നതായിട്ട് ഗ്രാഫിക്സുകാര് വരുത്തിക്കോളും. കണ്ടാ വണ്ടിനെ കണ്ടാ? അതിന് വണ്ടി ഇവിടെ. വണ്ടിനെയും ഗ്രാഫിക്സുകാര് വരുത്തിക്കോളും. എന്നാ കുഴപ്പമില്ല. ഇനി ഒരിക്കലും ഈ വണ്ട് ഭവതിയെ ശല്യം ചെയ്യുകയില്ല. അതെന്താ? വണ്ടി ചത്തുപോയില്ലേ? ഓ, അയ്യോ, ഞാൻ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ ഞാൻ വീട്ടിൽ പോവാണേ. ശകുന്തളെ നിൽക്കൂ, ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. അയ്യോ, എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് പോവാം. എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി പറഞ്ഞ് വീട്ടിൽ പോണം. ഒരു കാര്യം പറ്റില്ല. ഒരു കാര്യം വീട്ടിൽ പോണം. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന ആളാണ്. 2006 മോഡല്. ഞാൻ തച്ചിയ മുച്ചി റോഡിൽ ഇരിക്കുന്ന ആളല്ല. ശകുന്തള, എനിക്ക് വീട്ടിൽ പോണം. അയ്യോ അയ്യോ, ബോധം പോയി. എണീക്ക്. അയ്യോ, ഇവളുടെ അച്ഛൻ കണ്ണു മാറിച്ച് അങ്ങനെ കണ്ടോണ്ട് വന്നാ ഞാൻ പെട്ട്. എണീക്ക്. ഇവൾ ഓണർത്താൻ ഇപ്പൊ എന്ത് ചെയ്യും? ഐഡിയ.
ശകുന്തളയും തമ്മിൽ പ്രണയത്തിലാണ്. ഈ പറഞ്ഞത് സത്യമാണോ? നേരാണ് അച്ഛാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കില്ല. അച്ഛനിപ്പോ എത്ര വയസ്സായി? 68. 2 വർഷം തന്നല്ല. നിങ്ങളുടെ പ്രേമത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. ഞാൻ എന്റെ ശകുന്തളയ്ക്ക് സമ്മാനമായി നൽകിയ മുദ്രമോതിരം ഞങ്ങൾക്ക് തെളിവായി കാണിക്കാം. ഇവിടെ മോളെ ആ മുദ്രമോതിരം. ആ മുദ്രമോതിരം വൈറലായച്ചാ. എന്നിട്ട് ഞാൻ മൊബൈലൊന്നും കണ്ടില്ലല്ലോ. അതല്ല, അച്ഛനറിയാലോ ഞാൻ ചട്ടിച്ചോറ് കഴിക്കണേ കൈ നക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. അതിന്റെ കൂടെ അകത്ത് പോയി. എന്റെ ദൈവമേ, അതിന് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കണമെങ്കിൽ 50,000 രൂപ വേണല്ലോ. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ മോതിരം വേണം. അത് എത്ര ഗ്രാം ഉണ്ട്? 1 ഗ്രാം. 1 ഗ്രാമോ? 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞത്. അപ്പൊ 300 രൂപയുടെ സാധനം അല്ല, 350. 350 രൂപയുടെ സാധനത്തിനാണ് ഞാൻ 50,000 രൂപ എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് അത് പുറത്തെടുക്കണം. അതൊന്നും എനിക്കറിയണ്ട. ഒന്നെങ്കിൽ എനിക്ക് എന്റെ മുദ്രമോതിരം വേണം, അല്ലെങ്കിൽ എന്റെ 350 രൂപയും വേണം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നിന്നെ ശപിക്കുമെടാ. അയ്യോ, അയ്യോ എനിക്ക് ശപിക്കാൻ മുട്ടുന്നു. ഇവരെല്ലാം മറന്നുപോട്ടെ. ദുഷ്യന്ത മഹാരാജാവേ, അതാരാ നിങ്ങള്? ഞാൻ സുഗു. രാമേന്ദ്രന്റെ മോളെ എവിടെ പോണ്? കണ്ടില്ലേ, അവരെല്ലാം മറന്നുപോയത്. നിനക്കൊല്ലത് ഓർമ്മയുണ്ടോടാ? എനിക്കൊന്നും ഓർമ്മയില്ല. ഇനി അവൻ വന്നതും പോയതും ഒക്കെ മറക്കും. എന്റെ ശാപത്തിന്റെ ഒരു പവർ. അയ്യോ സോറി, ഞാൻ അച്ഛനും വേണ്ടി ഞാൻ സോറി ചോദിക്കാം. അച്ഛൻ അങ്ങനെയാണ്, ഒന്നും പറഞ്ഞാൽ 2 മാതിരി ശപിക്കും. ഞാനെല്ലാം മറന്നുപോയി. അയ്യോ, അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? മറന്നുപോയി പൂമകളെ, എല്ലാം മറക്കും. അല്ല, ഞാനെല്ലാം മറന്നുപോയി. ഞാൻ എങ്ങോട്ടാ പോണെന്ന് പോലും ഞാൻ മറന്നുപോയി. എല്ലാം മറന്നെന്ന് പറഞ്ഞിട്ട് വന്ന വഴി മറന്നില്ലല്ലോ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വന്ന വഴി മറക്കരുതെന്ന്. ഓ, താൻ എന്താ വിചാരിച്ചേ? കണ്ണമർഷിയുടെ മക്ക് ബുദ്ധി ഇല്ലെന്നല്ലേ? ദേണ്ട ആ മരത്തിന്റെ മുകളിലേക്ക് ആ ചുവന്ന ലൈറ്റ് നോക്കിക്കേ. അത് ഉപ്പന്റെ കണ്ണല്ലേ? ഉപ്പന്റെ കണ്ണല്ല, അതിനാണ് CCTV ക്യാമറ പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്നതും ചെയ്തതും പറഞ്ഞതും എല്ലാം അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. അയ്യോ, എല്ലാത്തിനകത്ത്? ആ, ഞാനിവിടെ വന്ന് പ്രേമിച്ച ഒക്കെ അതിനകത്ത് പതിഞ്ഞാ. അപ്പൊ ഞാൻ ശരിക്കും എന്നാ പിന്നെ നീ എന്നെ അങ്ങ് കെട്ട്. ആ ശകുന്തളെ മരത്തിൽ കെട്ട്. കണ്ടിന്യൂ.